എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ? കേട്ടു നോക്കാം. ഇവർ ആ വീട് വിൽക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം കേരള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്, അത് ഒരിക്കലും പാലിക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന രണ്ടുപേർ. ഒരുപക്ഷെ ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഇയാളെ കണ്ടാൽ മനസ്സിലാവാത്ത മലയാളികളില്ല. പേര് ചെന്താമര. അതായത് 3 കേസിൽ പ്രതിയാണ്, 3 കൊലക്കേസിൽ. 2025 2 കൊലപാതകങ്ങൾ. അതിനു മുമ്പ് 2019 ഒരു കൊലപാതകം ചെയ്തു. അതിന് പരോളിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ 2 കൊലപാതകങ്ങൾ 2025 ചെയ്യുന്നത്. ടോട്ടൽ 3 കൊലപാതകങ്ങൾ. അതിൽ ഒന്നിൽ ഇയാൾക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കേസ്, അതായത് 2025 നടന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇപ്പോഴും അതിന്റെ ട്രയൽ നടക്കുന്നില്ല, ട്രയൽ തുടങ്ങിയിട്ടില്ല. അതിന്റെ ട്രയൽ ഫെബ്രുവരി തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. അതായത് ഈ വർഷം ഫെബ്രുവരി, അതായത് 1 വർഷമായി ഈ ഒരു കൃത്യം നടന്നിട്ട്. 2019 സുധാകരന്റെ ഭാര്യയെയും അതിനുശേഷം പരോളിൽ ഇറങ്ങി 2025 സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കുത്തിക്കൊല്ലുകയാണ് ഈ ചെന്താമര ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കേരള സർക്കാർ അതറിഞ്ഞ് ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന്, അതായത് അവരുടെ മക്കളുണ്ട്, അവർക്ക് ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് ജോലി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിപ്പോൾ എന്തായി? നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ആ വിക്ടിംസിന്, അവിടെ അനുഭവിച്ചിട്ടുള്ള വിക്ടിംസിന് എന്ത് ചെയ്യും? ഒന്നുകിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്യും, ഗവൺമെന്റ് ജോലി. അതായത് PSC എഴുതി കഷ്ടപ്പെട്ട് പിള്ളേർ കഷ്ടപ്പെട്ട് എഴുതി പിടിക്കുന്ന PSC വെറുതെ കൊടുക്കുമെന്ന്. എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ? കേട്ടു നോക്കാം. കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കളായ അഖിലയും അതിലയുമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. 1 വർഷം ആവാണ്. ഫെബ്രുവരിയിൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കേസിലും നല്ല രീതിയിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കേസിൽ നല്ലപോലെ ശിക്ഷ കിട്ടണമെന്നാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോണത്. പക്ഷെ കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നിത്തല സാറ് പൈസ കാര്യങ്ങൾ തന്നതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ധനസഹായത്തിന്റെ കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അറിയായിരുന്നോ? നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുമ്പോഴേ തന്നെയാണ് നമ്മൾ അറിയണം. അല്ലാണ്ട് ഈ ലീഗലി ആയിട്ട് ആരും കോൾ ഒന്നുമേ നമുക്കൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളും ന്യൂസ് കണ്ടിട്ട് തന്നെ അറിഞ്ഞത്. വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ക്യാഷ് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് നമുക്കും സജിതയുടെ അമ്മയ്ക്കൊപ്പമാണ് ഇവര് കഴിയുന്നത്. അമ്മ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. 2 മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് ഒന്നും വേണ്ട, 10 വയസ്സിന്റെ മതിൽ വേണ്ട, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ കൊടുത്തു കിട്ടിയാൽ അവന്റെ ജീവിതം. എനിക്ക് 70 വയസ്സായി മേനെ. വീട് ഇപ്പോഴും അടച്ചിട്ട് തന്നെയാണ് കിടക്കണത്. വേറെ അങ്ങോട്ട് പോകാനൊന്നും മനസ്സ് ഇതാക്കണില്ല. ഓരോ പരിസരം ആര് വാങ്ങിക്കൊന്നും കൂടി ഉറപ്പില്ല. ഇപ്പൊ ആ വഴിക്ക് ആരും പോവില്ല എന്ന് നമ്മള് പോത്തുണ്ടിയിൽ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോവാൻ തോന്നുന്നുമില്ല. അവിടെ പോയാലും ഓരോന്ന് കാര്യങ്ങൾ ആലോചിച്ചിട്ടും. പിന്നെ അവിടെ പുഷ്പ ചേച്ചി എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുഷ്പ ചേച്ചി ഇല്ലാണ്ടായപ്പോ എന്തായാലും 1 വർഷം തികയുകയാണ്. അപ്പോഴും അരക്ഷിതമാണ് ഈ കുടുംബത്തിന്റെ ജീവിതം. രാജേഷ് താകയ്ക്കൊപ്പം. ഇത് നടന്നിട്ട് 1 വർഷമായിട്ടും ഇതുവരെ സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇവിടെ നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ഇവർക്ക് അറിയത്തേയില്ല. അതായത് പണം കൊടുക്കും, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുമെന്നും അതുപോലെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇതുവരെ അവർ പോലും അറിയില്ല. അവരറിയുന്നത് നാട്ടുകാർ പറയുമ്പോഴാണ്. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ ധനസഹായം നൽകുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു അവരുടെ ലൈഫ് ഇപ്പോൾ ഭയങ്കര ദുരിതത്തിലാണെന്ന് അവർ പറഞ്ഞു. സർക്കാർ ഒരുപക്ഷെ ആ സമയത്ത് ധനസഹായം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് നല്ല ആളുകൾ അവരെ സഹായിച്ചു തന്നെ. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും കരുതിയിട്ടുണ്ടാവുക അവർക്ക് ഗവൺമെന്റിൽ നിന്നും ധനസഹായം ലഭിച്ചിട്ടുണ്ടാവും എന്നാണ്. ഇത് ഈ ഒരു സ്റ്റോറി അല്ല. ഇതുപോലെ എത്ര സ്റ്റോറികൾ ഉണ്ടാവും, എത്ര പ്രഖ്യാപനങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്, അതിൽ എത്ര എണ്ണം നിറവേറ്റിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് പേരുണ്ടാവില്ല ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. കാരണം സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ഇവരെ സഹായിക്കില്ല. പിന്നെ ജോലി വാഗ്ദാനം ചെയ്ത കാര്യം, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരുപാട് പേർ കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുക്കുന്ന ഒരു ജോബാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്യാതെ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ മുന്നോട്ടുള്ള പഠനം
അത് ഗവൺമെന്റ് ഏറ്റെടുക്കുക, അവരെ പഠിപ്പിക്കുക, നന്നായി ഒരു നല്ലൊരു വിദ്യാഭ്യാസവും അതുപോലെ നല്ലൊരു സ്കില്ല് അവർക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം അവർ ജോലി കണ്ടെത്തി അവർ ജീവിക്കാനുള്ള മാർഗം നോക്കട്ടെ. അല്ലാതെ എന്തെങ്കിലും സംഭവിക്കും തന്നെ സർക്കാർ വരും, അവർക്ക് കുറച്ച് ധനസഹായം നൽകും, അതിനോടൊപ്പം തന്നെ ഒരു പ്രഖ്യാപനം അവർക്ക് ഗവൺമെന്റ് ജോലി, സർക്കാർ ജോലി കൊടുത്തിരിക്കുമെന്ന്. കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുക്കാത്ത ആളുകളുമുണ്ട്. അതൊക്കെ അത് അവർ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ജോലി കൊടുക്കുന്നതിന് പകരം ഒരു നല്ലൊരു സ്കില്ല്, നല്ലൊരു എഡ്യൂക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യുകയാണ് സർക്കാർ ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല. അതായത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അവരുടെ ആ വീട് അവരിപ്പോൾ നിൽക്കുന്നത് മുത്തശ്ശന്മാരെപ്പര്, അതായത് മുത്തശ്ശന്മാരെപ്പര് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ ആ വീട് വിൽക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസും കൂട്ടമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പലരും മടിക്കും. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ആ ഏരിയയിലുള്ള അവിടെ താമസിക്കുന്ന അതിന്റെ ഏരിയയിലുള്ള നെയ്ബേഴ്സ് ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഭയന്നിട്ട് തന്നെയാണ്, ഈ ചെന്താമരയെ ഭയന്നിട്ട്. കാരണം 2019 ഒരാളെ കൊന്നിട്ട് പിന്നീട് പരോളിൽ ഇറങ്ങി ആ സ്ഥലത്ത് വന്നിട്ട് 2 ആളെ കൊല്ലുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് നാട്ടുകാർക്കും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടുന്ന് ഇപ്പോൾ മാറി താമസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം ഇവിടെ മാത്രമല്ല, ഈ വാഗ്ദാനം നൽകുന്നതിൽ മാത്രമല്ല, അവിടെ ആ ഫണ്ട് മുഴുവനായിട്ടും എത്തിയിട്ടുണ്ടോ? ഇവിടെ ഫണ്ട് എത്തിയിട്ടില്ല, അതിനെക്കുറിച്ച് ഇവർക്ക് അറിയത്തേയില്ല. ഓക്കെ, അത് വേറെ വിഷയം. പക്ഷേ ചിലയിടത്ത് ഫണ്ട് എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 5 ലക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞിടത്ത് ചിലയിടത്ത് 50,000 രൂപയാണ് എത്തിയിട്ടുള്ളത്. ബാക്കിയൊക്കെ പല സ്ഥലത്തു നിന്നും ആളുകൾ എടുത്തു. അതായത് കറപ്ഷൻ, പലരും കമ്മീഷനായി ഓരോ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ തസ്തികയിൽ നിന്നുമൊക്കെ ആളുകൾ അതിൽ നിന്നും എടുത്ത് ലാസ്റ്റ് അവസാനം അവരുടെ കയ്യിൽ, അതായത് വിക്ടിംസിന്റെ കയ്യിൽ എത്തുന്നത് തുച്ഛമായ പണമാണ്. 10 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ഗവൺമെന്റ് ഓഫർ ചെയ്യുമ്പോൾ ആ 10 ലക്ഷവും അല്ലെങ്കിൽ 5 ലക്ഷവും ഈ ആളുകൾക്ക്, ഈ വിക്ടിംസിന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വിക്ടിംസിന്റെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരുപാട് അങ്ങനെയുള്ള അലിഗേഷൻസ് നമ്മൾ ഇതിനു മുൻപൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് അവർ പ്രഖ്യാപിച്ചത് ഇത്രയാണ്, പക്ഷേ കിട്ടിയത് ഇത്ര മാത്രമാണെന്ന്. അപ്പോൾ ആ പണമൊക്കെ എവിടെ പോകുന്നു എന്ന് നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒന്നും ലഭിച്ചിട്ടില്ല, അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം 1 വർഷമായി, കഴിഞ്ഞിട്ട് 1 വർഷമായി, എന്നിട്ടും ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ഈ ഒരു കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇതിപ്പോൾ ന്യൂസിൽ വന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇതുപോലെ എത്ര കുടുംബങ്ങൾ ഉണ്ടാവും? ഒരുപക്ഷെ ഇതുപോലെ ധനസഹായം സർക്കാർ ഓഫർ ചെയ്തിട്ടും ലഭിക്കാത്ത എത്ര പേരുണ്ടാവും?